മോശ തൻ്റെ നിയോഗത്തെ അഹരോന് കൈമാറാൻ നോക്കി. ദൈവം കോപിച്ചു. ഫറവോനോട് സംസാരിച്ച് ജനത്തെ വിട്ടയക്കാനുള്ള നിയോഗം യഹോവയായ ദൈവം മോശയ്ക്കാണ് നൽകിയത്. പക്ഷേ മോശ ആ നിയോഗത്തെ തൻ്റെ പരിമിതി നോക്കി അഹരോന് കൈമാറാൻ നോക്കി. ഞാൻ തടിച്ച നാവുള്ളവനാണ്, വിൽക്കാനാണ്, സംസാരിക്കാൻ ശേഷിയില്ലാത്തവനാണ്, എന്നേക്കാൾ വാക്ചാതുര്യത്തോടെ സംസാരിക്കാൻ, എന്നേക്കാൾ ശക്തനായി സംസാരിക്കാൻ, നല്ല പദങ്ങളിൽ സംസാരിക്കാൻ കഴിവുള്ളവൻ എൻ്റെ സഹോദരൻ അഹരോനാണ്, അഹരോനെ അതിന് നിയമിക്കണം എന്ന് പറഞ്ഞു. ഉടനെ യഹോവയായ ദൈവം ആ റെക്കമെൻഡേഷൻ സ്വീകരിച്ചില്ല. നിനക്ക് പരിമിതി ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ അഹരോൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞില്ല. പകരം യഹോവയായ ദൈവം കോപിച്ചു. നിന്നെ നിയോഗം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ പരിമിതി വെച്ചുകൊണ്ട് തന്നെ, നിൻ്റെ പോരായ്മ വെച്ചുകൊണ്ട് തന്നെ എനിക്ക് പൂർത്തിയാക്കാൻ കഴിയും. അതിന് നീ മറ്റൊരാളെ റെക്കമെൻഡ് ചെയ്യണ്ട എന്ന് കണ്ട് ദൈവം കോപിച്ചു. നമ്മുടെ പരിമിതി കണ്ട്, നമ്മുടെ പോരായ്മ കണ്ട്, നമ്മുടെ കുറവ് കണ്ട് ദൈവം നമ്മെ ഒരു നിയോഗം ഏൽപ്പിക്കുമ്പോൾ അത് പൂർത്തിയാക്കാനുള്ള ബലം നമുക്ക് തരും. പക്ഷേ നമ്മൾ അതിൽ നിന്ന് ഒഴിവായി മറ്റൊരാളെ റെക്കമെൻഡ് ചെയ്യാൻ നോക്കരുത്. ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ വരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.